കുടുംബത്തോടൊപ്പം വിവാഹ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാനിയായ യുവതി ഒരു വർഷത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം രാജസ്ഥാൻ പോലീസിന്റെ പിടിയിലായി. സമ്പന്നരെ മാത്രം ലക്ഷ്യമിട്ട് തട്ടിപ്പ് നടത്തിവന്ന ഈ സംഘത്തിലെ കാജൽ എന്ന യുവതിയെയാണ് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാഹബന്ധങ്ങളിലെ വിശ്വാസ്യതയെ മുതലെടുത്ത് ആസൂത്രിതമായി തട്ടിപ്പ് നടത്തിയിരുന്ന ഒരു കുടുംബമാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കുടുംബനാഥനായ ഭഗത് സിംഗ് ആയിരുന്നു തട്ടിപ്പുകളുടെ മുഖ്യ ആസൂത്രകൻ. ഇയാൾ തന്റെ പെൺമക്കളായ കാജലിനെയും തമന്നെയും ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. സമ്പന്ന കുടുംബങ്ങളിലെ യുവാക്കളെ കണ്ടെത്തി അവരുമായി വിവാഹാലോചന നടത്തുകയും വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യും. വിവാഹം കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ സാധാരണയായി 2-ാം ദിവസം രാത്രിയിലോ 3-ാം ദിവസം പുലർച്ചയ്ക്കോ വധുവും അവരെ അനുഗമിച്ചെത്തിയ കുടുംബാംഗങ്ങളും വീടിനുള്ളിലെ പണവും സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളുമായി മുങ്ങുക എന്നതാണ് ഇവരുടെ പതിവ് രീതി. കുടുംബം ഒന്നാകെ ഈ തട്ടിപ്പിൽ പങ്കുചേരുന്നതിനാൽ ആദ്യ കാഴ്ചയിൽ വരന്റെ വീട്ടുകാർക്ക് യാതൊരു സംശയം തോന്നാറില്ല. 2024 മെയ് മാസത്തിൽ ഉത്തർപ്രദേശിലെ താരാചന്ദ് ജാട്ട് എന്ന സമ്പന്നന്റെ 2 മക്കളെ വിവാഹം ആലോചിച്ചതാണ് ഈ കേസിൽ വഴിത്തിരിവായത്. ഭഗത് സിംഗ് തന്റെ മക്കളായ കാജലിനെയും തമന്നെയും വിവാഹം ചെയ്യിക്കാൻ ആലോചിച്ചു. വിവാഹ ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ് താരാചന്ദിൽ നിന്നും ഭഗത് സിംഗ് 11 ലക്ഷം രൂപ മുൻകൂറായി കൈപ്പറ്റുകയും ചെയ്തു. മെയ് 21-ന് വിപുലമായ രീതിയിൽ വിവാഹവും നടന്നു. വധുക്കളുടെ മാതാവ് സരോജ്, സഹോദരൻ സുരാജ് എന്നിവരും വിവാഹ ചടങ്ങുകളിൽ സജീവമായി പങ്കെടുത്തു. കുടുംബം ഒന്നാകെയുള്ള സാന്നിധ്യം ഇതൊരു തട്ടിപ്പായിരിക്കുമെന്ന് ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ വിശ്വാസ്യത ഉറപ്പിച്ചു. വിവാഹശേഷം 2 ദിവസം വധുവിന്റെ കുടുംബം വരന്റെ വീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞു. എന്നാൽ 3-ാം ദിവസം നേരം പുലർന്നപ്പോൾ കാജലിനെയും തമന്നെയും അവരുടെ കുടുംബാംഗങ്ങളെയും വീട്ടിൽ കാണാനില്ലായിരുന്നു. വിവാഹത്തിന് നൽകിയ സ്വർണ്ണാഭരണങ്ങൾ, വസ്ത്രങ്ങൾ, വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണം എന്നിവയെല്ലാം നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കിയതോടെയാണ് തങ്ങൾ ഒരു വലിയ വിവാഹ തട്ടിപ്പിന് ഇരയായെന്ന് താരാചന്ദ് ജാട്ടിന് ബോധ്യമായത്. ഉടൻ തന്നെ താരാചന്ദ് പോലീസിന് പരാതി നൽകി. തുടർന്നുള്ള അന്വേഷണത്തിൽ ആദ്യം ഭഗത് സിംഗിനെയും അയാളുടെ ഭാര്യ സരോജിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വധുമാരിൽ ഒരാളായ തമന്നെയും സഹോദരൻ സുരാജിനെയും പോലീസ് പിടികൂടി. കുടുംബത്തിലെ മറ്റെല്ലാവരും അറസ്റ്റിലായെങ്കിലും കാജൽ മാത്രം പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഏകദേശം 1 വർഷത്തോളമാണ് കാജൽ ഒളിവിൽ കഴിഞ്ഞത്. ഒളിവിൽ കഴിഞ്ഞ കാലയളവിൽ ഇവർ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ കഴിയുകയായിരുന്നു. സൈബർ നിരീക്ഷണവും വിപുലമായ അന്വേഷണവും നടത്തിയ ശേഷമാണ് രാജസ്ഥാൻ പോലീസിന് കഴിഞ്ഞ ദിവസം കാജലിനെ ഗുരുഗ്രാമിൽ നിന്നും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഈ തട്ടിപ്പുകൾക്കെല്ലാം ആസൂത്രണം നൽകിയത് തന്റെ പിതാവായ ഭഗത് സിംഗ് ആണെന്ന് കാജൽ സമ്മതിച്ചു. സമ്പന്നരെ കണ്ടെത്തി വിവാഹബന്ധം സ്ഥാപിക്കുക, എന്നിട്ട് പണവും സ്വർണവുമായി മുങ്ങുക എന്ന ഈ രീതി നിരവധി തവണ ഇവർ ആവർത്തിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കാജലിനെ അറസ്റ്റ് ചെയ്തതോടെ തട്ടിപ്പ് സംഘത്തിലെ മുഴുവൻ പ്രധാന അംഗങ്ങളെയും പിടികൂടാൻ പോലീസിന് സാധിച്ചു. ഈ കുടുംബം എത്രത്തോളം ആളുകളെ കബളിപ്പിച്ചു എന്നതിനെ കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. തട്ടിപ്പിനിരയായ കൂടുതൽ പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ഭഗത് സിംഗ് കുടുംബത്തിന് പുറമെ ഈ തട്ടിപ്പ് റാക്കറ്റിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ, ഇവർക്ക് സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റ് സഹായങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തട്ടിപ്പിലൂടെ നേടിയ പണവും ആഭരണങ്ങളും എവിടെയാണ് നിക്ഷേപിക്കുന്നതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിവാഹ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ സംഭവം സമൂഹത്തിന് ഒരു വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. വൈവാഹിക ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ വ്യക്തികളെക്കുറിച്ചും അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും പൂർണ്ണമായ അന്വേഷണങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കേസ് അടിവരയിടുന്നത്. 1 വർഷത്തെ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കാജൽ അറസ്റ്റിലായതോടെ നിയമത്തിന്റെ കൈകളിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ പോലീസ്.